Hi guys, welcome to another video. ഈ വീഡിയോയിൽ Airbnb ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ള ഒരു എക്സ്ട്രാ സ്പേസോ അല്ലെങ്കിൽ നമ്മുടെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ പേരിലോ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് എങ്ങനെ Airbnb ഉപയോഗിച്ച് നമുക്ക് റെൻ്റൽ ഈൽഡ് കണ്ടെത്താവുന്നതാണ് ഈ അപ്പോൾ Airbnb എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് സർവീസ് അപ്പാർട്ട്മെൻറ്റ്സ് ലിസ്റ്റ് ചെയ്യാം, നമ്മുടെ ഒരു എക്സ്ട്രാ റൂംസ് നമുക്ക് ലിസ്റ്റ് ചെയ്യാം, അതുപോലെ നമുക്ക് വില്ലകളുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ നമ്മുടെ ലൊക്കാലിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യണം. ഇപ്പോൾ എനിക്ക് കൊച്ചിയിൽ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് Airbnb ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ Airbnb ആരെങ്കിലും ഒരാൾ കൊച്ചിയിലുള്ള താമസ സൗകര്യം നോക്കുന്ന സമയത്ത് അവർക്ക് എൻ്റെ അപ്പാർട്ട്മെൻറ്റ് കാണാനും അവർക്കത് ഡയറക്റ്റ് Airbnb വഴി ബുക്ക് ചെയ്യാനും സാധിക്കും. അതാണ് ഈ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വേൾഡ് വൈഡ് തന്നെ Airbnb ഒരു പോപ്പുലർ വെബ്സൈറ്റാണ് ഈ സർവീസ് അപ്പാർട്ട്മെൻറ്റ് റെൻ്റൽസിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു എക്സ്ട്രാ സ്പേസോ അല്ലെങ്കിൽ നമ്മുടെ പേരിലുള്ള വേറെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് Airbnb മന്ത്ലി ഒരു 10,000 to 20,000 റുപ്പീസ് വരെ നമുക്ക് ഏൺ ചെയ്യാം Airbnb ഉപയോഗിച്ചുകൊണ്ട് മാത്രം. അപ്പോൾ Airbnb എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, Airbnb നമ്മുടെ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യണതായിരിക്കും. ഇപ്പോൾ Airbnb നമ്മുടെ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് അതായത് ഇപ്പോൾ കേരളത്തിൽ നിന്നാണ് ഒരു പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവൽ വേണം. അപ്പോൾ അവരെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്കൊരു അപേക്ഷ കൊടുക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സർവീസ്, നമ്മുടെ അമ്യൂണിറ്റീസ്, നമ്മുടെ യൂണിറ്റിൻ്റെ സൈസ്, അതുപോലെ നമ്മൾ കൊടുക്കുന്ന സെക്യൂരിറ്റി, അതുപോലെ അഡീഷണൽ സർവീസ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി Airbnb ലിസ്റ്റ് ചെയ്യുന്ന ആളാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഹോസ്റ്റ് ഇംഗ്ലീഷ് സംസാരിക്കുമോ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് അവർ നമുക്കൊരു പോയിന്റ് തരും. ആ പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രോപ്പർട്ടി അവർ 3 ക്ലാസിഫൈ ചെയ്യും. ഗോൾഡ് കാറ്റഗറി, സിൽവർ കാറ്റഗറി, അതുപോലെ ഡയമണ്ട് കാറ്റഗറി. ഈ 3 കാറ്റഗറിയാണ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഹോം സ്റ്റേ അല്ലെങ്കിൽ ഷോർട്ട് റെൻ്റൽസിനെ അവർ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി 1 year to 2 year വരെ നമുക്ക് ഷോർട്ട് റെൻ്റിൽ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി Airbnb ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ Airbnb ലിസ്റ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് ഈ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കുറച്ച് നല്ല ഫോട്ടോസ്, അതുപോലെ നമ്മൾ നല്ലൊരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ ഡിസ്ക്രിപ്ഷൻ വേണം. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ പ്രോപ്പർട്ടി ഇപ്പോൾ കൊച്ചിയിലാണ്. അപ്പോൾ ഈ കൊച്ചിയുടെ അടുത്ത് ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോകാൻ അടുത്തുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഏതൊക്കെയാണ്, ട്രാൻസ്പോർട്ടേഷൻ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ ടൈറ്റിൽ, ഫോട്ടോസ്, ഡിസ്ക്രിപ്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ്, നമ്മൾ എന്തൊക്കെ അമ്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്, നമ്മുടെ യൂണിറ്റ് സൈസ്, നമ്പർ ഓഫ് റൂം, ബെഡ് ഏതാണ്, വാഷ്റൂം എത്ര എണ്ണം ഉണ്ട്, അതുപോലെ നമ്മൾ ടവൽസ് കൊടുക്കുന്നുണ്ടോ, അത് ലിനനാണോ, ഏത് ടവലാണ്, ലിനനാണോ കോട്ടൺ, അങ്ങനെ കുറേ കാറ്റഗറി ഉണ്ട്. അതുപോലെ 24/7 സെക്യൂരിറ്റി സർവീസ് ഉണ്ടോ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ കൊടുത്ത് നമ്മൾ Airbnb നമ്മുടെ ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ Airbnb ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഡാഷ്ബോർഡ്. അപ്പോൾ ഡാഷ്ബോർഡിൽ നമ്മൾ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് നമ്മളിതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Airbnb സൈഡിൽ നിന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലൈവ് പോകും, പ്രോപ്പർട്ടി ലൈവ് പോകും. സോ അപ്പോൾ Airbnb നമ്മുടെ അമ്യൂണിറ്റീസ്, അതുപോലെ ടൈറ്റിൽ, ലൊക്കേഷൻ, ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ഫോട്ടോസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് പ്രൈസാണ്. ഇപ്പോൾ എത്ര രൂപയാണ് അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ് നമ്മളൊരു പെർ ഡേക്ക് നമ്മൾ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് Airbnb തന്നെ മാർക്കറ്റ് റിസർച്ചിൻ്റെ പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിച്ച് ആ നിയർ ബൈ ലൊക്കേഷനിലെ റെൻറ്റിൽ എന്താണെന്ന് നോക്കി അതനുസരിച്ച് നമുക്ക് പ്രൈസ് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു 3 bedroom ആണെങ്കിൽ Airbnb സെയിം കൊച്ചിയിലെ 3 bedroom എത്രയാണ് റെൻറ്റ് കൊടുക്കുന്നത് അതനുസരിച്ചുള്ള റെൻറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മിനിമം സ്റ്റേ, ചിലർ 1 night സ്റ്റേ കൊടുക്കും, ചിലർ 3 night കൊടുക്കും, ചിലർ 7 nights. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹോസ്റ്റാണ്. ഹോസ്റ്റിന് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഹോസ്റ്റിന് കൊടുക്കാം. അപ്പോൾ കൂടുതലും ട്രെൻഡ് എന്ന് പറഞ്ഞാൽ 2 to 3 അതാണ് മിനിമം സ്റ്റേ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒരുപാട് ഗസ്റ്റ് ഇപ്പോൾ കൊച്ചിയിലേക്ക് വരുന്നപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമാണ് മാക്സിമം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അതാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡാറ്റ പ്രകാരം പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൊക്കേഷൻ, ഡിസ്ക്രിപ്ഷൻ, ഫോട്ടോസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലിസ്റ്റിംഗ് Airbnb ലൈവ് ആവും. Airbnb ലൈവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാവലേഴ്സിന് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് Airbnb വഴി ബുക്ക് ചെയ്യാം. അപ്പോൾ ഓരോ ബുക്കിംഗ് കഴിഞ്ഞ് അവരുടെ ചെക്കൗട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ബുക്കിംഗ് കിട്ടി, അവരുടെ ചെക്ക് ഇൻ കഴിഞ്ഞ് ചെക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ലീവ് ചെയ്യുന്ന ദിവസം. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് Airbnb പേ ഔട്ട് നമ്മുടെ ബാങ്കിലേക്ക് അയച്ചു. Airbnb ബുക്കിംഗ് കിട്ടുന്നതിനേക്കാളും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ Airbnb റിവ്യൂ, അതുപോലെ ലിസ്റ്റിങ്ങിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തലാണ് ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഇപ്പോൾ Airbnb നമുക്ക് ബുക്കിംഗ് കിട്ടി, പക്ഷെ നമ്മൾ കൊടുക്കുന്ന സർവീസ് അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ നമുക്ക് ഗസ്റ്റിൻ്റെ നിന്ന് നെഗറ്റീവ് റിവ്യൂസ് കിട്ടാൻ ഭയങ്കര സാധ്യതയുള്ളതാണ്. അപ്പോൾ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ Airbnb നമ്മുടെ ലിസ്റ്റിങ് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് കിട്ടാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവീസിൻ്റെ മോശമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഗസ്റ്റിനോട് ബിഹേവ് ചെയ്ത രീതിയുടെ മോശമായിരിക്കാം, നമ്മൾ കൊടുത്ത ക്ലീനിങ്ങിൻ്റെ മോശമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മോശമായിരിക്കാം.
അതൊന്നല്ലെങ്കിൽ ചിലപ്പോൾ ലൊക്കേഷൻ ഈവൻ ഞാൻ കൊടുത്ത ലൊക്കേഷൻ തെറ്റാണെങ്കിൽ ഗസ്റ്റ് നെഗറ്റീവ് റിവ്യൂ എഴുതും. അല്ലെങ്കിൽ ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ഞാൻ എഴുതി ഇപ്പോൾ ഒരു 2 കിങ് സൈസും 1 ക്യൂൻ സൈസാണ് 3 ബെഡ്റൂമിലുള്ളതെന്ന് പറഞ്ഞ് എഴുതി. പക്ഷേ റിയാലിറ്റിയിൽ 2 ക്യൂനും 2 കിങ് ആണെന്നിരിക്കുക തന്നെ ചില ഗസ്റ്റുകൾ നമുക്ക് നെഗറ്റീവ് റിവ്യൂ എഴുതും. അത് ഓരോ ഗസ്റ്റിൻ്റെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന സർവീസ് എപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കുക, സർവീസിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കാം. അപ്പോൾ നല്ല റിവ്യൂസ് ഉള്ള അപ്പാർട്ട്മെൻറ്റാണ് കൂടുതൽ ബുക്കിംഗ് കിട്ടുക. എപ്പോഴും ഗസ്റ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർ റിവ്യൂ വായിക്കും, റിവ്യൂ നോക്കിയിട്ടാണ് ബുക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെക്കാളും നല്ല റിവ്യൂ ആണ് കോമ്പറ്റീറ്റർക്ക് കിട്ടണമെങ്കിൽ അവർക്കാണ് ബുക്കിംഗ് കിട്ടുക. ഇപ്പോൾ നമ്മുടെ റിവ്യൂ നെഗറ്റീവ്, ഇപ്പോൾ 5 ഔട്ട് ഓഫ് 2 ഒക്കെ ആണെങ്കിൽ നമുക്ക് ബുക്കിംഗ് കിട്ടാൻ ഭയങ്കര സാധ്യത കുറവാണ്. പിന്നെ വേറെ ഒരു സ്പേസ് ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ബുക്കിംഗ് കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മുടെ റിവ്യൂ 4.5 to 5 ഈ റേഞ്ചിൽ എപ്പോഴും നമ്മുടെ റിവ്യൂ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ നല്ല റിവ്യൂ ഉള്ള ഹോസ്റ്റുകളെ Airbnb സൂപ്പർ ഹോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യും. സൂപ്പർ ഹോസ്റ്റിനാണ് കൂടുതൽ പ്രയോറിറ്റി ബുക്കിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള Airbnb പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.